എന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ അടുത്ത ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജോൺ ഡാൾട്ടന്റെ ആറ്റം തിയറിയുടെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. എല്ലാ പദാർത്ഥവും എല്ലാ സബ്സ്റ്റൻസും നിർമ്മിച്ചിട്ടുള്ള സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് ആറ്റം എന്ന് പറയുന്നത്. ജോൺ ഡാൾട്ടന്റെ ആറ്റം തിയറിയിലുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് നമ്മൾ പഠിച്ചത് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു മാറ്ററിന്റെ സ്മോളസ്റ്റ് പാർട്ടിക്കിളും ആറ്റമാണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. എന്നാൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മള് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ അടുത്ത ഭാഗത്തിൽ കൂടി നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് ആറ്റംസ് ഓഫ് ഓൾ എലമെന്റ്സ്. നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ എലമെന്റ്സും കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള 118 എലമെന്റ്സ് ഉണ്ട്. ഈ 118 എലമെന്റ്സിന്റെ ആറ്റങ്ങളെല്ലാം തന്നെ ആറ്റംസ് ഓഫ് ഓൾ എലമെന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ദ പാർട്ടിക്കിൾസ്, നെയിംലി ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നറിയപ്പെടുന്ന ആറ്റത്തിനകത്ത് കാണപ്പെടുന്ന ചില പാർട്ടിക്കിൾസ് ആണിവ. ഈ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഓരോ ആറ്റവും നിർമ്മിച്ചിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം പരീക്ഷണങ്ങളൊക്കെ നടന്നു. നമുക്കറിയാം, നിങ്ങളുടെ പുസ്തകത്തിൽ ജോൺ ഡാൾട്ടന്റെ ആറ്റം തിയറി കഴിഞ്ഞ് കുറെ സയന്റിസ്റ്റിന്റെ എക്സ്പെരിമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ എക്സ്പെരിമെന്റ്സും കൂടി ഓരോ സയന്റിസ്റ്റിനെയും ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇവിടെ പറയുന്നില്ല, നിങ്ങൾ ആ ടെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാ എലമെന്റ്സും സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ആയ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടിക കൊണ്ടാണ് അല്ലെങ്കിൽ കല്ലുകൊണ്ടാണ് നമ്മൾ വീട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇഷ്ടിക അല്ലെങ്കിൽ കല്ലുകൊണ്ട് നമ്മൾ വീട് വെക്കുമ്പോൾ ആ വീടിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ആ കല്ലിന്റെ അല്ലെങ്കിൽ ഇഷ്ടികയുടെ അല്ലെങ്കിൽ സിമെന്റിൻ കട്ടയുടെ ഒക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു സബ്സ്റ്റൻസിന്റെ പേര് പറയുമ്പോൾ, ഏത് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, ആ സബ്സ്റ്റൻസിന്റെ പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആ സബ്സ്റ്റൻസ് ഫോം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള പാർട്ടിക്കിളാണ്. ഇങ്ങനെയുള്ള ഓരോ സബ്സ്റ്റൻസും ഫോം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള പാർട്ടിക്കിൾ എല്ലാം ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നുള്ള സ്മോളസ്റ്റ് പാർട്ടിക്കിൾ കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ എന്താണ് ഇലക്ട്രോൺ, എന്താണ് പ്രോട്ടോൺ, എന്താണ് ന്യൂട്രോൺ? ഇത് ആരാണ് കണ്ടുപിടിച്ചത്? ഏത് വർഷമാണ് കണ്ടുപിടിച്ചത്? ഇവയുടെ മാസിന്റെ പ്രത്യേകത എന്താണ്? ഇതൊക്കെയാണ് അടുത്ത ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നോക്കിയേ, നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ 3 പാർട്ടിക്കിൾ, സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇലക്ട്രോൺ എന്നുള്ള പാർട്ടിക്കിൾ കണ്ടുപിടിച്ചത് 1897 ജെ തോംസൺ എന്ന സയന്റിസ്റ്റ് ആണ് ഇലക്ട്രോൺ എന്നറിയപ്പെടുന്ന സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെ, ആറ്റത്തിലുള്ള ഈ 3 പാർട്ടിക്കിളിലും ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളായ ഇലക്ട്രോണിനെ കുറിച്ച് 1897 ജെ തോംസൺ എന്ന സയന്റിസ്റ്റ് ആണിത് കണ്ടുപിടിച്ചത്. എന്താണ് ഇലക്ട്രോണിന്റെ പ്രത്യേകത നോക്കാം നമുക്ക്. നോക്കിയേ, ഇലക്ട്രോൺ എന്നറിയപ്പെടുന്ന ആ സ്മോളസ്റ്റ് പാർട്ടിക്കിളിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺ. ജെ തോംസൺ ആണ് ഇത് കണ്ടുപിടിച്ചത്. 1897 ഇലക്ട്രോൺ എന്ന പാർട്ടിക്കിൾ കണ്ടുപിടിച്ചത്. അതിന്റെ മാസിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1/1000 അതായത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ ഏകദേശം 1/1837 ഒരു ഭാഗം മാത്രം മാസേ ഈ ആറ്റത്തിലെ സ്മോളസ്റ്റ് പാർട്ടിക്കിളായ ജെ തോംസൺ കണ്ടുപിടിച്ച ഇലക്ട്രോൺ എന്ന പാർട്ടിക്കിളിന് ഉള്ളൂ. ഇതിന്റെ സ്ഥാനം എവിടെയാണെന്ന് നോക്കാം. ആറ്റത്തിൽ ഏത് ഭാഗത്താണ് ഈ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിളായ ഇലക്ട്രോൺ കാണപ്പെടുന്നത് നോക്കാം. നോക്കി, ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ആറ്റത്തിൽ ഒരു സെൻട്രൽ പാർട്ടുണ്ട്. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ആറ്റത്തിൽ ഒരു സെൻട്രൽ പാർട്ടുണ്ട്.
ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ടിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നത്. ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്ന ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ടിന് ചുറ്റുമായിട്ട് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്നറിയപ്പെടുന്ന ഒരു നിശ്ചിതമായ പാതയിൽ കൂടി നമ്മളിപ്പോ പറഞ്ഞ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളായ ഇലക്ട്രോൺ ന്യൂക്ലിയസിനെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതോടൊപ്പം ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നു. അതായത് റൊട്ടേഷനും റെവല്യൂഷനും ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആ കറക്കത്തിലുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളായ ഇലക്ട്രോണും സ്വയം കറങ്ങുന്നു, അതോടൊപ്പം തന്നെ സെൻട്രൽ പാർട്ടായ ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം ന്യൂക്ലിയസിനകത്ത് ഉള്ള പാർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന്. ആറ്റത്തിലെ ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, പ്രോട്ടോൺ എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ പാർട്ടിക്കിൾ 1920 ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന സയന്റിസ്റ്റ് ആണ് ഈ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺ എന്നറിയപ്പെടുന്ന ഈ പാർട്ടിക്കിൾസിനെ കണ്ടുപിടിച്ചത്. അതായത് പ്രോട്ടോൺ എന്നറിയപ്പെടുന്ന പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ഏണസ്റ്റ് റൂദർഫോർഡ്. കണ്ടുപിടിച്ച വർഷം 1920 ഈ പ്രോട്ടോൺ എന്നറിയപ്പെടുന്ന പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത എന്താണെന്ന് ഇവിടെ നോക്കാം. നോക്കിയേ, പ്രോട്ടോൺ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. മാസ് നോക്കിയേ, ഈക്വൽ ടു ഹൈഡ്രജൻ ആറ്റത്തിന്റെ. ആ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എത്രയാണോ 1.0 സംതിങ് ആയിട്ട് വരും. അതായത് പോയിന്റ് ഒക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് 1 ആണ്. അപ്പോൾ ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് ഈക്വൽ മാസോട് കൂടിയിട്ടുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് ഏണസ്റ്റ് റൂദർഫോർഡ് 1920 കണ്ടുപിടിച്ച പാർട്ടിക്കിൾ ആണ് പ്രോട്ടോൺ എന്നറിയപ്പെടുന്ന പാർട്ടിക്കിൾ. ഈ പ്രോട്ടോൺ എന്നറിയപ്പെടുന്ന പാർട്ടിക്കിൾ ആറ്റത്തിലെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു നമുക്ക് നോക്കാം. നോക്കി, ഇൻ ദ ന്യൂക്ലിയസിനകത്താണ് കാണപ്പെടുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന് പുറത്തായി നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ റൊട്ടേഷനും റെവല്യൂഷനും നടത്തിക്കൊണ്ടിരിക്കുന്നു ന്യൂക്ലിയസിനെ. ഈ രണ്ട് പാർട്ടിക്കിൾ മാത്രമാണോ ആറ്റത്തിലുള്ളത്? മൂന്നാമതൊരു പാർട്ടിക്കിൾ കൂടി ഉണ്ട്, അതാണ് ന്യൂട്രോൺ. ആ പേര് കേൾക്കുമ്പോഴേ അറിയാം, ചാർജ് ഒന്നും ഇല്ലാത്ത ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റത്തിലെ ഒരു പാർട്ടിക്കിൾ ആണ് ന്യൂട്രോൺ. 1932 ജെയിംസ് ചാഡ്വിക് എന്ന സയന്റിസ്റ്റ് ആണ് ആറ്റത്തിലെ ചാർജ്ലെസ് പാർട്ടിക്കിൾ ആയിട്ടുള്ള ന്യൂട്രോണിനെ കണ്ടെത്തിയത്. 1932 ജെയിംസ് ചാഡ്വിക് എന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടെത്തിയത്. എന്താണ് ന്യൂട്രോണിന്റെ പ്രത്യേകത നോക്കി. ചാർജില്ല, ചാർജ്ലെസ് പാർട്ടിക്കിൾ ആണ്. പ്രോട്ടോണിനെ പോലെ തന്നെ ന്യൂട്രോണിന്റെ മാസും ഈക്വൽ ടു ഹൈഡ്രജൻ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. പ്രോട്ടോണിന്റെ ചാർജും ന്യൂട്രോണിന്റെ ചാർജും ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് ഈക്വൽ മാസോട് കൂടിയിട്ടുള്ള രണ്ട് പാർട്ടിക്കിളാണ്. അതുപോലെ തന്നെ നോക്കി, ഈ പാർട്ടിക്കിളിന്റെ പ്ലേസ് അത് എവിടെ സ്ഥിതി ചെയ്യുന്നു നമുക്ക് നോക്കാം. ഇതിന്റെ പ്ലേസ് എവിടെയാണെന്ന് നോക്കി, ഇൻ ദ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നു. അപ്പോ ആറ്റത്തിൽ ഒരു സെൻട്രൽ പാർട്ടുണ്ട്. ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ടിനെ ന്യൂക്ലിയസ് എന്ന് പറയുന്നു. ആ സെൻട്രൽ പാർട്ടായിട്ടുള്ള ന്യൂക്ലിയസ് നമുക്കറിയാം, ഒരു വലിയ ഗ്രൗണ്ട്, ഒരു പ്ലേ ഗ്രൗണ്ട് നമ്മൾ സങ്കല്പിക്കുമ്പോൾ ആ വലിയ പ്ലേ ഗ്രൗണ്ടിന്റെ നടുക്ക് ഒരു ചെറിയ ഈച്ച വന്നിരുന്നാൽ എന്തുമാത്രം വലിപ്പത്തിലായിരിക്കും ആ ഈച്ച ഇരിക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഗ്രൗണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈച്ചയുടെ വലിപ്പം എത്രയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അത്രയും വലിപ്പം മാത്രമേ നമ്മുടെ ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സെൻട്രൽ പാർട്ടായ ന്യൂക്ലിയസിന് ഉള്ളൂ. അപ്പോൾ ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്ന ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ട്, ആ സെൻട്രൽ പാർട്ടായ ന്യൂക്ലിയസിനകത്ത് രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്, പ്രോട്ടോണും ന്യൂട്രോണും. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളായ പ്രോട്ടോണും ഉണ്ട്, ചാർജ്ലെസ് പാർട്ടിക്കിളായ ന്യൂട്രോണും ഉണ്ട്. ഇവ രണ്ടും ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ടായ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ഈ പ്രോട്ടോണും ന്യൂട്രോണും സെൻട്രൽ പാർട്ടായ ന്യൂക്ലിയസിലുള്ളപ്പോൾ മൂന്നാമത്തെ പാർട്ടിക്കിളായ മാസ് നെഗ്ലിജിബിൾ മാസ് നമുക്ക് വേണ്ടി പറയാം. അതായത് നമ്മളിപ്പോ പറഞ്ഞു, ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ വെറും 1837 ഒരു ഭാഗം മാത്രം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിനെ നമ്മൾ 1837 പാർട്ടായിട്ട് തിരിക്കുമ്പോൾ അതിൽ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് നമ്മളിപ്പോ പറഞ്ഞ
ഇലക്ട്രോൺ എന്നറിയപ്പെടുന്ന പാർട്ടിക്കിളിനുള്ളത്. അതായത് ചുരുക്കി പറഞ്ഞ ഇലക്ട്രോണിനെ ആറ്റത്തിൽ നിന്ന് തള്ളി മാറ്റി കളഞ്ഞാലും ആറ്റത്തിന്റെ മാസിന് കാര്യമായ വേരിയേഷൻ ഒന്നും ഉണ്ടാകാത്ത നെഗ്ലിജിബിൾ മാസോട് കൂടിയിട്ടുള്ള പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ. ഇത് ചേരുന്നതാണ് ഒരാറ്റം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പിന്നെ ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു. അതിന് ജോൺ ഡാൾട്ടൺ എന്ന സയന്റിസ്റ്റിന്റെ കുറെ ആറ്റം തിയറി പഠിച്ചു. പിന്നെ നമ്മളിപ്പോ മനസ്സിലാക്കി 3 പ്രധാനപ്പെട്ട സയന്റിസ്റ്റ് ആറ്റത്തിനകത്തുള്ള 3 പ്രധാനപ്പെട്ട പാർട്ടിക്കിൾസിനെ കണ്ടുപിടിച്ചു. ജെ തോംസൺ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിട്ടുള്ള ന്യൂക്ലിയസിന് ചുറ്റുമായിട്ടുള്ള ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിട്ടുള്ള ഇലക്ട്രോണിനെ 1897 ജെ തോംസൺ എന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു. മറ്റൊരു കാര്യം ഈ ആറ്റത്തെ സംബന്ധിച്ചോളം നമുക്ക് മനസ്സിലായി, ആറ്റത്തിന് സെൻട്രൽ പാർട്ടായ ന്യൂക്ലിയസ് ഉണ്ട്. സെൻട്രൽ പാർട്ടായിട്ടുള്ള ഈ ന്യൂക്ലിയസിൽ 2 പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. ഈ 2 പാർട്ടിക്കിൾസിന്റെയും മാസ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. അതായത് ഓരോ പാർട്ടിക്കിളിന്റെ, ന്യൂട്രോണിന്റെ മാസും ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് ഈക്വലാണ്. അതുപോലെ തന്നെ പ്രോട്ടോണിന്റെ മാസും ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് ഈക്വലാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു കോളം വരച്ചിട്ട്, ഒരു ടേബിൾ വരച്ചിട്ട് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇവ ഈ ആറ്റത്തിനകത്തുള്ള ഈ 3 പാർട്ടിക്കിളും എവിടെ കാണപ്പെടുന്നു, അവയുടെ മാസ് എന്താണ്, ഏത് വർഷമാണ് അത് കണ്ടുപിടിച്ചത്, ആരാണ് ഇത് കണ്ടുപിടിച്ചത് എന്നുള്ളത് ഒരു വലിയ ടേബിളിലേക്ക് എഴുതി നിങ്ങൾ പഠിക്കുന്നിടത്ത് എഴുതി ഒട്ടിച്ച് കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കി, അതിലേക്ക് വന്ന് നോക്കി കഴിയുമ്പോൾ ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ആറ്റത്തിന്റെ ഈ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ്, പിന്നെ ആറ്റത്തിനകത്തുള്ള സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നും അത് ആര് കണ്ടുപിടിച്ചെന്നും അതിന്റെ ചാർജ് എന്താണെന്നും ഏത് വർഷമാണ് കണ്ടുപിടിച്ചെന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ എപ്പോ ചോദിച്ചാലും എല്ലാ സബ്സ്റ്റൻസും ഫോം ചെയ്തിട്ടുള്ള സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ് ആറ്റം. ഇതെല്ലാം ചേർന്നതാണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. കൃത്യമായിട്ട് പുസ്തകത്തിൽ കൂടി നോക്കി വേണം ഇത് പഠിച്ചു പോകാൻ. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിനകത്ത് ഇടണം. കൃത്യമായിട്ട് പുസ്തകം കൂടി നോക്കണം, വർക്ക് ചെയ്തു നോക്കണം, റഫ് ബുക്കിനകത്ത് ഇത് വരച്ച് ചെയ്തു നോക്കണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.